ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് CC 2018 ആണ്. നമുക്ക് നോക്കാം. ഫോട്ടോഷോപ്പിൽ നമുക്ക് ഈ ഭാഗത്തായി കാണുന്നതാണ്, ഈ ഒരു ഏരിയയിലായിട്ട് കാണുന്നതാണ് ഫോട്ടോഷോപ്പ് മെനു ബാർ ഓർ ആപ്ലിക്കേഷൻ ബാർ. അതുപോലെ ഈ സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ടൂൾ ബാർ. ഇവിടെ നമുക്ക് ഒരുപാട് ടൂൾസ് കാണാം. അതുപോലെ ഓരോ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഏരിയയിലുള്ള ഓപ്ഷൻസ് മാറുന്നതായിട്ട് കാണാം. സോ ഇതാണ് ടൂൾ ബാറിൻ്റെ, അതായത് ഓപ്ഷൻസ്, ടൂൾ ബാറിൻ്റെ ടൂൾ ഓപ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഏരിയയിൽ കാണുന്നതാണ് പാനൽസ്, ലെയേഴ്സ്, അതുപോലെ ഹിസ്റ്ററി, ആക്ഷൻസ്, ഫോട്ടോഷോപ്പിൽ ബ്രഷസ്, കാര്യങ്ങൾ, ക്യാരക്ടർ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫയൽ എഡിറ്റിൽ പ്രിഫറൻസ്, അതിൽ ഇൻ്റർഫേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു മെനു കാണാം. അതിൽ കളർ, തീം, ഹൈലൈറ്റ് കളർ, ബോർഡർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. അതിൽ നമുക്ക് കളർ തീം സെലക്ട് ചെയ്യുമ്പോൾ കാണാം നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ തീമാണ് മാറുന്നത്, തീം കളർ. അത് നമുക്ക് ആവശ്യത്തിനുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം, സെലക്ട് ആയിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്കൊരു ഗ്രേ കളറിൽ കാണാം. നമ്മുടെ ഹൈലൈറ്റ് കളറിൽ ബ്ലൂ എന്നുള്ള കളർ കൊടുത്താൽ കാണാം, അവിടെ ആ കളർ മാറുന്നതായിട്ട് കാണാം. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോക്യുമെൻ്റ് എങ്ങനെ ഒരു ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഡബിൾ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു 1, 2, 3 ഡോക്യുമെൻ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് വെക്കുക. ഒന്നുകിൽ നമുക്ക് ആവശ്യമുള്ള 2 ഇമേജ് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരാം, ഇങ്ങനെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഫയലിൽ ഓപ്പൺ അടിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഓപ്പൺ ചെയ്തും കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് ചെയ്യുക, ഏതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. അതുപോലെ നമ്മൾ ഡ്രാഗ് ചെയ്തൊരു പിക്ചർ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ നിന്ന് പിന്നെയും ഡ്രാഗ് ചെയ്ത് ഇവിടെയാണ് കൊണ്ടുവന്ന് ഇടുന്നതെങ്കിൽ ആ പിക്ചർ ആ ഡോക്യുമെൻറ്റിലാണ് വന്ന് വീഴുക. അത് ശരിയല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് പുതിയൊരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ടാബിലാണ് എന്ത് വേണ്ടത്, പുതിയ ഡോക്യുമെൻ്റ് വേണ്ടത്. എങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഈ ഒരു ഏരിയയിൽ അവിടെ നമുക്ക് കൊണ്ടുപോകുമ്പോൾ കാണാം, ഇവിടെ വരുമ്പോൾ നമ്മുടെ ഐക്കൺ മാറ്റാണ്. ഇവിടെ കൊണ്ടുപോകുന്ന സമയത്ത്, ഈ ഒരു ഏരിയയിൽ കൊണ്ടുപോകുന്ന സമയത്ത് കോപ്പി എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ റിലീസ് ചെയ്യുക. അപ്പോൾ അതൊരു രണ്ട് ടാബായിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഡോക്യുമെൻറ്റ് പാനലിൽ ഒരു ടാബ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇനി നമുക്ക് 2 ടാബും ഒരുമിച്ച് കാണണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് വിൻഡോയിൽ അറേഞ്ച്. അവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. 1, 2, 3 ടാബ് നമുക്ക് ഓൺ ചെയ്ത് വെക്കാം. നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം, 2 അപ്പ് വെർട്ടിക്കൽ. അപ്പോൾ നമുക്ക് കാണാം നമ്മളുടെ 2 ടാബും 2 ഡോക്യുമെൻറ്റും 2 സൈഡിലായിട്ട് ഓൺ ആയിട്ട് കൊണ്ട് കാണാം. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൽ വർക്ക് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്കിത് അറേഞ്ച് ചെയ്തിപ്പോൾ വെർട്ടിക്കലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് ഓണായി വരും. ഓക്കെ, അതൊന്നോ 2, 2ൽ കൂടുതലോ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് വെച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സൂമിംഗ് ആണ്. എങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിലൊരു ഡോക്യുമെൻ്റ് സൂം ചെയ്യാം. നമുക്ക് ഇവിടെ ടൂൾ ബാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാം, ഒരു ടൂൾ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഈ പ്ലസ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് പ്ലസ് കാണാം. ഇതാണ് എടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ സൂം ഇൻ ആവും. ഇത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സൂം ഔട്ട് ആവും. ഓക്കെ, നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എഡിറ്റിൽ പ്രിഫറൻസ് ടൂൾസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സൂം വിത്ത് സ്ക്രോൾ വീൽ എന്ന് കാണാം.
ഇത് ടിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മൗസിൽ സെൻറ്റർ ബട്ടണിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഇതായിരിക്കും വർക്ക് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പം. അതുപോലെ നമ്മൾ സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ബാക്കിയുള്ള ഏരിയകൾ കാണാൻ പറ്റുന്നില്ല. അവിടെ നമുക്ക് പാൻ ചെയ്യാനാണ് കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ പാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പേസ് പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ടൂൾ മാറുന്നതായിട്ട് കാണാം. അതാണ് ഇവിടെയുള്ള ഈ ടൂൾ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യാം, എനിക്ക് ഇവിടുന്ന് പാൻ ചെയ്യാം. നമുക്ക് ഏത് ഏരിയയിലേക്കും പാൻ ചെയ്ത് വർക്ക് ചെയ്യാം. നേരെ ഞാൻ ഈ ടൂളിൽ വെച്ചിട്ടാണ് നമുക്ക് പാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പറ്റില്ല. അതിന് വേണ്ടിയാണ് നമുക്കിവിടെ സ്പേസ് ബാർ യൂസ് ചെയ്യുന്നത്. സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാൻ എന്നുള്ള ടൂളാണ് അവിടെ ഓണായി വരിക. നമുക്കിവിടെ പാൻ ചെയ്യാം. അപ്പോൾ സൂം വിത്ത് സ്ക്രോൾ വീൽ കൊടുത്തതിന് ശേഷം നമുക്ക് മൗസിൽ സെൻറ്റർ ബട്ടൺ സ്ക്രോൾ ചെയ്ത് സൂം ചെയ്യാം, അതുപോലെ സ്പേസ് പ്രസ് ചെയ്ത് പാൻ ചെയ്യാം. ഇതായിരിക്കും വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം, നമ്മൾ നന്നായിട്ട് ഫോട്ടോഷോപ്പ് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്ക്രീൻ മോഡുകളുണ്ട്. നമുക്ക് കീബോർഡിൽ F പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ കീബോർഡ് ആ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത്. F പ്രസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു മാറ്റം വന്നതായിട്ട് കാണാം. ഒന്നുകൂടി പ്രസ് ചെയ്താൽ വീണ്ടും ഒരു മാറ്റം വന്നതായിട്ട് കാണാം. ഒന്നുമില്ല, നമുക്ക് മറ്റൊരു തടസ്സവും ഇല്ലാതെ നമ്മുടെ ഡോക്യുമെൻ്റ് മാത്രം കണ്ട് വർക്ക് ചെയ്യാനാണ് ഈ F നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ക്രീൻ മോഡ് യൂസ് ചെയ്യുന്നത് 3 സ്ക്രീൻ മോഡാണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ സ്ക്രീൻ മോഡ് യൂസ് ചെയ്യുന്നത്. അതിവിടെ നമുക്ക് വ്യൂവിൽ സ്ക്രീൻ മോഡിൽ കാണാം. സ്റ്റാൻഡേർഡ് സ്ക്രീൻ മോഡ്, ഫുൾ സ്ക്രീൻ മോഡ് വിത്ത് മെനു ബാർ, ഫുൾ സ്ക്രീൻ മോഡ്. ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫുൾ സ്ക്രീൻ മോഡ് വിത്ത് മെനു ബാർ. നമുക്ക് താഴെയുള്ള നമ്മുടെ സ്റ്റാർട്ട് ഏരിയ നമുക്ക് ഹൈഡായി പോകുന്നുണ്ട്. നമ്മൾ അടുത്തത് കൊടുക്കുകയാണെങ്കിൽ ഫുൾ സ്ക്രീൻ. ഇവിടെയുള്ള ടൂൾസ് മുഴുവൻ ഹൈഡായി പോവുകയാണ്. ആ ഒരു ഡോക്യുമെൻ്റ് മാത്രം നമുക്ക് ഷോ ചെയ്ത് കിട്ടും. കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ആണെങ്കിൽ നമ്മളതൊക്കെ ഈസി ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വ്യൂ സ്ക്രീൻ മോഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം നല്ലതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൂൾസ്. നമുക്കിവിടെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഓരോന്നും അതിൻ്റെതായ രീതിയിൽ പഠിക്കാം. അതിനു മുമ്പ് ടൂൾസ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് മൂവ് ടൂള്. ഇതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ പോലെയുള്ള ഒരു ചെറിയൊരു വീഡിയോ അവിടെ കാണിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് ആ ടൂൾ യൂസ് ചെയ്യുന്നത് എന്ന് അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അതായത് മൂവ് ടൂൾ എന്നാണ് ഇതിൻ്റെ പേര്. അതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, V. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടൂളാണ് റെക്റ്റാങ്കുലർ മാർക്ക് ടൂള്. അതായത് ഇതിന് പറയുന്നത് മാർക്ക് ടൂൾ എന്നാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഷോർട്ട് കട്ട്സ് ഉണ്ട്. നമ്മളിപ്പോൾ മൂവ് ടൂൾ മാർക്ക് ടൂളിലാണുള്ളത്. ഇനി എനിക്ക് ഈ മൂവ് ടൂളിലേക്ക് പോകണം, തിരിച്ച് മൂവ് ടൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ V ഒന്ന് നമ്മുടെ കീബോർഡിൽ V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഓട്ടോമാറ്റിക്കലി മൂവ് ടൂൾ നമുക്ക് കിട്ടും. അതുപോലെ നേരെ തിരിച്ച് മാർക്ക് ടൂളിലേക്കാണ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് M ക്ലിക്ക് ചെയ്താൽ കാണാം മാർക്ക് ടൂളിലേക്ക് മാറിയതായിട്ട് കാണാം. അതുപോലെ എല്ലാ ടൂൾസിനും ഏകദേശം 90% ടൂൾസിനും ഷോർട്ട് കട്ട്സ് ഉണ്ട്, ഷോർട്ട് കീസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ടൂളും അതിൻ്റെതായ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇടുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പാനൽസ് ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാനൽസ് ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഈ പാനൽസ് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാം. ഇനി നമുക്ക് ഇങ്ങനെയല്ല, എനിക്ക് ആവശ്യമായിട്ടുള്ള പാനൽസ് മാത്രം ഓൺ ചെയ്ത് ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ കാണുന്നതാണ് പാനൽസ്. നമുക്കിവിടെ നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള പാനൽസ് ഓൺ ചെയ്ത് വെക്കാം, അല്ലാത്തത് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പോൾ ഈ ഒരു ഹിസ്റ്ററി എന്നുള്ള പാനൽ എനിക്ക് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് അതിനെ പുറത്തേക്ക് എടുക്കുക, ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി തിരിച്ച് അവിടെ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിൻഡോയിൽ വരാം, ഹിസ്റ്ററി ഇവിടെ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം, നമുക്കിവിടെ ഓണായി വരും. അത് ഇവിടെ നിന്ന്
കൊണ്ട് ഇവിടെ ജസ്റ്റ് സ്നാപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഹിസ്റ്ററി തിരിച്ചവിടെ വരും. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള പാനൽസ് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഒരു ഏരിയയിൽ കാണുന്നതാണ് ലെയേഴ്സ്. അത് സെപ്പറേറ്റ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ഇവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ ഏരിയയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതുമാണ്. ഓക്കെ, നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത്ര വരെ നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു. നമ്മുടെ ഫയലിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കൊണ്ടുവരുന്ന ഇമേജ്, ഫോട്ടോഗ്രാഫ്, ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് ഒരു ഡോക്യുമെന്റ് നമ്മൾക്ക് തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം, എടുക്കാം എന്നാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അതിന് നമുക്ക് ഫയലിൽ ന്യൂ എന്നുള്ള ആദ്യം തന്നെ കാണുന്ന ന്യൂ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. കൺട്രോൾ N ആണ് അതിൻ്റെ ഷോർട്ട് കീ. ഒന്നുകിൽ കൺട്രോൾ N ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫയൽ ന്യൂ എടുക്കുക. ഇവിടെ നമുക്ക് റീസെന്റ് എന്നുള്ള ഒരു ഇത് ആദ്യം തന്നെ കാണാം. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറച്ച് റീസെൻ്റ്ലി, ഇപ്പോൾ നമ്മൾ ലാസ്റ്റിൽ ഏതാണോ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിവിടെ റീസെൻ്റ്ലി ഉണ്ടാവും. അതുപോലെ സേവ്ഡിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽസ്, ഡോക്യുമെൻറ്റ്സ് അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഒന്നും സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടൊന്നും അവിടെ കാണാൻ പറ്റില്ല. ഇനി ഫോട്ടോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കാര്യങ്ങൾ, അതുപോലെയുള്ള ചില ഫോട്ടോസുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ പ്രിന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ് ഇവിടെ അവൈലബിൾ ആണ്. A4 നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഫയലാണ്, ഒരു പേപ്പറാണ് A4ന്റെ സൈസ് ഇവിടെ ഉണ്ടാവും. അതുപോലെ ആർട്ട് ആൻഡ് ഇല്ലസ്ട്രേഷൻ, ആർട്ടും ഇല്ലസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ് ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വെബ് ഡിസൈനിങ്ങും അതിൻ്റെ അനുബന്ധിച്ചുള്ള ഡോക്യുമെന്റ് ഇവിടെ അവൈലബിൾ ആണ്. മൊബൈൽ ക്ലിക്ക് ചെയ്തതിനാൽ ഓരോ മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ആ സ്ക്രീനിൻ്റെ സൈസിൻ്റെ ഡോക്യുമെന്റ് ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഫിലിം ആൻഡ് വീഡിയോ, ഫിലിമും വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സൈസ് ഡോക്യുമെന്റ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഏതൊരു ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ അതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് തന്നെ ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ തന്നെ അളന്നെടുത്തിട്ടുള്ള ഒരു സൈസിൽ നമുക്കിവിടെ പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഏരിയയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പ്രീസെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമുക്ക് ആവശ്യമുള്ള പേര് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അൺടൈറ്റിൽഡ് 1 ആണുള്ളത്. അവിടെ അതല്ല, നമുക്കൊരു പുതിയ പേരാണ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമുക്കവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത്, നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ള വിഡ്ത്ത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഹൈറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചസിലാണ് അളന്നെടുത്തിട്ടുള്ളത് എങ്കിൽ ഇഞ്ചസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇഞ്ചസ് ഇവിടെ ടൈപ്പ് ചെയ്യാം. അതുപോലെ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, പോയിന്റ്, പിക്സൽസ്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഓറിയന്റേഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് വെർട്ടിക്കൽ ആണ് വേണ്ടതുണ്ടെങ്കിൽ ഇവിടെ വെർട്ടിക്കൽ സെലക്ട് ചെയ്യാം. ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് നമ്മുടെ പേജ് കിട്ടേണ്ടതെങ്കിൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസൊല്യൂഷൻ, നമുക്ക് റെസൊല്യൂഷൻ എത്രയാണോ വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് 72 അല്ലെങ്കിൽ 300 ആണ് നമുക്ക് ഉണ്ടാകുന്നത്. 300 നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ 300 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് A4, അതുപോലെ നെക്സ്റ്റ് നമ്മൾ ഒരു ഡിസ്പ്ലേ ആഡ് കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ 300 കൊടുക്കും. നേരെ മറിച്ച് നമ്മളൊരു പ്രിന്റ്, ഒരു ഹെവി ആയിട്ടുള്ള ഫയൽ, നമ്മൾ ഒരു ഫ്ലെക്സോ അല്ലെങ്കിൽ അതുമായി ബോർഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ സൈസ് ആയിരിക്കും. ആ സൈസിന് നമ്മൾ 300 കൊടുക്കില്ല, അതിന് 72 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കളർ മോഡ് RGB ആൻഡ് CMYK, ഇതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. RGB റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നാണ് RGB നമ്മൾ അറിയുന്നത്. അതുപോലെ CMYK എടുത്തു കഴിഞ്ഞാൽ അതിന് സിയാൻ, മജന്ത, യെല്ലോ, ക്രിപ്റ്റൻ എന്ന് പറയുന്ന ഒരു കളർ മോഡാണ്. ഈ RGB എന്ന് പറയുന്ന കളർ മോഡ് നമ്മൾ കൂടുതലായിട്ട് അതൊരു സ്മോൾ കളർ സ്പേസ് ആണ്. അതുപോലെ അത് നമ്മൾ വെബ് ഗ്രാഫിക്സ് അതുപോലെ സ്ക്രീൻ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ് RGB കളർ മോഡ് യൂസ് ചെയ്യുക. എന്നാൽ CMYK എന്ന് പറയുന്ന കളർ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊരു ലിമിറ്റഡ് കളർ സ്പേസ് ആണ്. അത് നമ്മൾ കൂടുതലും പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്സിലോ അതുപോലെ പ്രിന്റിങ്ങിനായിട്ട് ആവശ്യപ്പെട്ടുള്ള ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ CMYK കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ്, അത് ബാക്ക്ഗ്രൗണ്ട് കളർ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, നെക്സ്റ്റ് ഇത്രയും കൊടുത്തു. ഞാനിവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഫോട്ടോയിൽ ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് ഓപ്പൺ ചെയ്യാം. ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഡോക്യുമെൻറ്റ് പേജ് ക്രിയേറ്റ് ചെയ്ത് വരും. ഇതിലാണ് നമുക്ക് ആവശ്യമുള്ള വർക്ക് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സെക്കൻഡ് ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെ വർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ടൂൾസ് ഒരുപാട് പഠിക്കാനുണ്ട്. ടൂൾസ് നമുക്ക് നെക്സ്റ്റ് ലെസൺ മുതൽ നമുക്ക് ടൂൾസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഓപ്ഷൻസും പാനൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ലെസൺ മുതൽ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഷെയർ മൈ ഓൾ വീഡിയോസ്. എൻജോയ് ദ ലേണിംഗ്.